അലഞ്ഞുതിരിയുന്ന കാട്ടാടുകളെ വേട്ടയാടൽ മത്സരം തുടങ്ങിയിരിക്കുകയാണ് ന്യൂസിലൻഡിൽ. 2 മാസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് സമ്മാനം. ഫെറൽ ഗോഡ് തദ്ദേശീയമായ സസ്യങ്ങളെ വൻതോതിൽ തിന്ന് നശിപ്പിക്കുന്നതാണ് ഇവയെ വേട്ടയാടൽ മത്സരം നടത്താൻ കാരണം. കിങ് കൗണ്ടി, വൈക്കാറ്റോ, വൈറംഗ സീനിക് റിസർവ് എന്നിവിടങ്ങളിലാണ് മത്സരം നടക്കുക. ന്യൂസിലൻഡിൽ ഫെറൽ ഗോഡ് ഒരുപാടുണ്ട്. 250 വർഷം മുൻപ് ക്യാപ്റ്റൻ ജെയിംസ് കുക്കിന്റെ കപ്പലിൽ വന്ന ആടുകൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ന്യൂസിലൻഡിലെ വന്യ ആടുകളുടെ സാന്നിധ്യം. പിന്നീട് പല കപ്പലുകളിലായി ഇവയെത്തി. ഇന്ന് അനേകം ഫെറൽ ഗോട്ടുകൾ ന്യൂസിലൻഡിലുണ്ട്. ആടുകൾ നമുക്കേറെ പരിചിതമായ വളർത്തുമൃഗങ്ങളാണ്. കാട്ടാടുകൾ വേറെയുമുണ്ട്. എന്നാൽ നാട്ടിൽ വളർത്തപ്പെടുന്ന ആടുകൾ കാട്ടിലെത്തി അവിടുത്തെ ഭാഗമായി മാറുന്നതാണ് ഫെറൽ ഗോഡ്സിന് വഴിവെക്കുന്നത്. പല ബ്രീഡുകളിലും പെട്ട ആടുകൾ ഫെറൽ ഗോഡ്സ് വിഭാഗത്തിലുണ്ട്. ഇവ ലോകമെമ്പാടും പല രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. പരിസ്ഥിതിപരമായി 2 രീതിയിൽ ഇത്തരം ആടുകൾ സ്വാധീനം ചെലുത്തുന്നു. ചില സന്ദർഭങ്ങളിൽ ഇത്തരം ആടുകൾ അധിനിവേശ സ്പീഷീസുകളായി മാറി തദ്ദേശീയ ജീവികളുടെ ആഹാരം മുടക്കും. എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ ഇവ അനാവശ്യമായ കളകൾ ഭക്ഷിച്ച് അവയുടെ വളർച്ച തടയുകയും ചെയ്യും. ഓസ്ട്രേലിയയിലെ ഫെറൽ ഗോഡ്സ് വളരെ പ്രസിദ്ധമാണ്. ഒരു അധിനിവേശ ജീവിവർഗമായാണ് ഇവ പരിഗണിക്കപ്പെടുന്നത്. 1788 ഓസ്ട്രേലിയയിലേക്ക് ആടുകളെ എത്തിക്കുന്നത്. പിന്നീട് അങ്കോറ, കാശ്മീർ വിഭാഗത്തിലുള്ള ആടുകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു. എന്നാൽ വ്യവസായം നശിച്ചതോടെ ഇവയിൽ ചിലത് സ്വതന്ത്രരാവുകയും കാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇവ കാരണം പ്രതിവർഷം $2.5 കോടി ഓസ്ട്രേലിയയ്ക്ക് നഷ്ടമാവുന്നു എന്നാണ് കണക്ക്. ഫെറൽ ആടുകൾ അമിതമായി മേയുന്നത് കാരണം സസ്യജാലങ്ങൾ വൻതോതിൽ നശിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ഓസ്ട്രേലിയയിലെ വിദഗ്ധർ പറയുന്നു. ഓസ്ട്രേലിയയിലെ തദ്ദേശീയ സഞ്ചി മൃഗങ്ങൾക്കും മറ്റും ഭക്ഷണ ദൗർബല്യം ഉണ്ടാകാനും ഇവ കാരണമാകാറുണ്ട്.